യഥാർത്ഥത്തിൽ കേസെടുക്കാതെ സാധ്യമല്ല. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 354 അനുസരിച്ച് ഒരു ചാർജ് ഷീറ്റ് വന്നാൽ പിന്നീട് മുന്നോട്ട് പോകുകയല്ല. അതെന്താ പോകാൻ വഴി? അതിന് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയുള്ള നിയമമാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിയമത്തെ ലംഘിക്കാത്ത ഒരു ഗവൺമെൻറ്റിന് കേസെടുക്കുകയല്ലാതെ വേറെ ഒരു പോകാൻ വഴിയില്ല. അതുമായിട്ട് മുന്നോട്ട് പോകണം. സ്വാഭാവികമായിട്ടും കേസ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ സബ്സിക്വൻ്റായിട്ട് വരേണ്ട കാര്യമല്ലേ? കേസെടുക്കട്ടെ, കേസ് മൂവ് ചെയ്യട്ടെ. ഒരു MLA എന്നുള്ള നിലയിൽ പ്രതിയായി കോടതിയുടെ മുമ്പിൽ ചെല്ലുന്നതിനേക്കാൾ ഭേദം MLA അല്ലാതെ ചെല്ലുന്നതാണ്. പിന്നെ അദ്ദേഹം തീരുമാനിക്കുന്നത്. അത് ധാർമ്മികതയുടെ പേരിലാണ് എന്നാണ് പറയുന്നതെങ്കിൽ അതേ ധാർമ്മികതയുടെ എക്സ്റ്റൻഷനാണ് രാജിവെക്കുക എന്നുള്ളത്. അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതെന്താണെന്നുള്ളത് വ്യക്തിപരമായി അവർ തന്നെ തീരുമാനിക്കണം. പക്ഷേ ജനസമൂഹം ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് അനുകൂലമായി മുന്നോട്ട് പോയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ചുറ്റിപ്പിടിക്കാൻ പോകുന്നത് വേറെ കുറെ കൂടി ആളുകളെ ആയിരിക്കും. ഈ സ്ത്രീ സുരക്ഷ ഒരു പ്രധാന ഇതായി ഉയർത്തിക്കാട്ടുന്ന സർക്കാരാണ്. ആ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു MLAക്കെതിരെ അടക്കമുള്ളവർക്കെതിരെയാണ് ഈ ഒരു ആരോപണം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, രാജിവെച്ച് തന്നെ അന്വേഷണത്തെ നേരിടണമെന്നാണോ? ഇവർക്ക് സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം എന്ന് വരികില്ല. ഇതിലെ പരാതിക്കാർ മുഴുവൻ സ്ത്രീകളല്ലേ? ആ സ്ത്രീകൾ കൊടുത്തിരിക്കുന്ന പരാതിയെക്കുറിച്ച് ഒരു വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീമല്ലേ നോക്കേണ്ടത്? അതിനകത്ത് എന്താ ഒരു വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാൻ ഇവർക്ക് മടി? കേരളത്തിൽ വനിതാ പോലീസുകാർ സമർത്ഥരായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവായത് കൊണ്ടാണോ? മാത്രമല്ല, 2013 സംസ്ഥാനത്തെ ഗവൺമെൻറ് വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിൻ്റെ ഫയലിനകത്തുണ്ട്. എന്തേ ഈ ഗവൺമെൻറ് അത് കണ്ടില്ല എന്ന് നടിക്കുന്നു? എന്തുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇവർ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാത്തത്? മാത്രമല്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൻ്റെ മുമ്പിൽ ഈ സ്ത്രീകളെല്ലാം പരാതി പറയണ്ടേ? അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു രഹസ്യം സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടമുണ്ടാവണ്ടേ? 4 SP നേരത്തെ ഈ വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അതിനകത്ത് അജിത ബീഗം അടക്കം, നിശാന്തിരി അടക്കം, ഇവിടെ ബെഹ്റയടക്കം, മിസ്സിസ് ബെഹ്റയടക്കം, ഉമാ ബെഹ്റയടക്കം ആളുകളുണ്ടായിരുന്ന വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം. അപ്പോൾ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ഒരു കാര്യത്തിന് സ്ത്രീകളുടേത് മാത്രമായി ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ തടസ്സം എന്താ? ഗവൺമെൻറ് അതിനെതിരായിട്ട് നിൽക്കുന്നത്? ഈ സ്ത്രീകൾ പോയി ഇവരുടെ മുമ്പിൽ മൊഴി കൊടുക്കണ്ടേ? അപ്പോൾ ആ മൊഴി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു വിഷമമില്ലാതെ, ജാള്യതയില്ലാതെ അത് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം വേണ്ടേ? എന്തുകൊണ്ടാണ് അതുണ്ടാക്കാത്തത്? അതങ്ങനെ കേരളത്തിലുണ്ടായിരുന്നല്ലോ. എന്താ ഈ ഗവൺമെൻറ് അത് കണ്ടില്ല എന്ന് നടിക്കുന്നത്? അതെ, അല്ല, ഞാൻ എൻ്റെ പോയിന്റ്, ഇപ്പോൾ ഉള്ള കാര്യത്തിനകത്ത് പരാതിക്കാരാരാ? സ്ത്രീകൾ. ആ പരാതി പറയേണ്ടതാരാ? പുരുഷന്മാരോടാ? ആ പരാതി പറയേണ്ടത് സ്ത്രീ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവരോടല്ലേ പറയേണ്ടത്? അവർക്കത് പറയുന്നതിനുള്ള സൗകര്യം എന്തിനാ വെട്ടിക്കുറയ്ക്കുന്നത്? എൻ്റെ ചോദ്യം അവിടെയാണ്. അവർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിന് വേണ്ടിയും പരാതി പറയുന്നതിനും വനിതകളോട് നേരിട്ട് പറയുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ള ആളുകളോട് പറയാൻ പറ്റുമോ? അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലേ? അവർക്ക് ഉള്ള വിശ്വാസ്യത ഇല്ലാതാക്കുകയല്ലേ? അത് ചെയ്യരുതായിരുന്നു. മാത്രമല്ല, കേരളത്തിൽ അങ്ങനെയൊരു വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് അതൊക്കെല്ലാം കണ്ണടച്ച് കളയുന്നത്? സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾക്കെതിരെയാണ് ആരോപണം, ഉൾപ്പെടെയുള്ളവർക്കാണ് ആരോപണം വന്നിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന് ഒരു ഉത്തരവാദിത്തമല്ലേ? സർക്കാരിൻ്റെ ഒരു നടപടി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു തീരുമാനം എന്തായിരിക്കണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സർക്കാർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ്. അവർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അവർ ചെയ്യേണ്ടത് എന്താ? സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിന് വേണ്ടിയും പരാതി ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഈ കേരള സംസ്ഥാനത്തുണ്ടാക്കിയല്ലേ മതിയാകൂ. ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീകൾ ആരുടെ മുമ്പിലാണ് പോയി പരാതിയും കണ്ണുനീരുമായിട്ട് നിൽക്കേണ്ടി വരിക? അതിനവർക്ക് സ്വതന്ത്രമായും ഭയപ്പാടില്ലാതെയും കാര്യങ്ങൾ പറയാൻ പറ്റുന്നൊരു ഇടമുണ്ടാവണ്ടേ? അതിനാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു ചിന്ത, പഴയ ഒരു തീരുമാനം ഈ ഗവൺമെൻറ് അട്ടിമറിച്ചു. അത് വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന ടീമിനെ ഇല്ലാതാക്കി ഈ പരാതിയുടെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്.